ആയിട്ട് തോന്നി. ഇപ്പൊ പെരുമാനി ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നോർമലി ചിന്തിക്കുമ്പം കിട്ടാത്ത കുറെ കാര്യങ്ങളുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് കുറെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സെലക്ട് ചെയ്യുമ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇങ്ങനെ വരുന്നല്ലോ, എനിക്ക് ഇങ്ങനെ വരുന്നല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനല്ല. ചില സിനിമകൾ നമുക്കിങ്ങനെ നമ്മൾ സ്ഥിരം കാണാത്ത ടൈപ്പ് ഓഫ് തോട്ട്സുകൾ ഉണ്ടാവുമല്ലോ. ഭയങ്കര നോർമലി നമുക്കെല്ലാം നമ്മുടെ ഫസ്റ്റ് തോട്ടി വരുന്നതല്ലാത്ത തോട്ട്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ ഇതിന്റെ അപ്പുറം ഞാൻ വന്ന സ്ഥലം, എന്റെ ചുറ്റുള്ള ആളുകൾ, എന്റെ ചുറ്റുള്ള ഡയറക്ടേഴ്സ്, അവരെല്ലാം എന്നെ പിക്ക് ചെയ്യുന്നു, അവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാവുന്നു എന്നുള്ളതാണ് ഞാൻ അത്ര സിനിമയുടെ ഭാഗമാവുന്നത്. ഞാൻ മാക്സിമം ഈ സിനിമ ചെയ്യാം അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ഡയറക്ടേഴ്സ് തന്നെ ചൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതിന്റെ ഒരു ലക്ക് അല്ലെങ്കിൽ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ സബ്ജക്ട് ഫസ്റ്റ് തന്നെ? ഇപ്പം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഉണ്ടാവുമല്ലോ, അപ്പം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നിട്ടുണ്ടായിരുന്നു? എനിക്ക് ശരിക്കും ആദ്യം ഞാൻ ഓഡിഷൻ വഴിയാണ് ഈ പടത്തിലേക്ക് വന്നത്. അപ്പം എനിക്ക് ഫസ്റ്റ് ഇതിനെ കുറിച്ച് സബ്ജക്റ്റിന്റെ കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ഓഡിഷന് സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അടുത്ത് സബ്ജക്റ്റിന്റെ കാര്യം പറയുന്നത്. അപ്പം എനിക്ക് സത്യമായിട്ടും തോന്നുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ശരിക്കും നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണിത്. ചില ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കും. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും സെയിം സാധനം ഇമ്പാക്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഔട്ട്ലുക്ക് മാറ്റാൻ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പവർഫുൾ സബ്ജക്റ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ സന്തോഷം, ചെയ്യാൻ പറ്റിയാൽ സന്തോഷം, ഭാഗമാകാൻ പറ്റിയാൽ അത് തന്നെയാണ്. ലുക്മാൻ എന്ന കലിപ്പിനെ നമുക്കറിയാം. ലുക്മാൻ എന്ന റൊമാൻറ്റിക് സ്റ്റാർ എങ്ങനെയാണ്? റൊമാൻറ്റിക് സ്റ്റാർ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. ആദ്യം കുറച്ച് പാടായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആകെ സുലേഖ മനസ്സിലാണ് ഇച്ചിരി, അതിലും റൊമാൻസ് ഒന്നും അധികം ഇല്ല, എന്നിട്ട് ഞാൻ അതാണ് ചെയ്തത്, അതിനുശേഷം ഞാൻ റൊമാൻസ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആദ്യം ഫസ്റ്റ് നമ്മള് അങ്ങോട്ടും കൂടി ജസ്റ്റ് നോക്കിയിരിക്കുന്ന സീനായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് അത് ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആന്ന് കുഴപ്പമില്ല, അത് സെറ്റ് ആക്കാം, നമ്മള് കുറച്ചേരം അങ്ങോട്ട് കൂടെ നോക്കിയെന്നാണ് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സിങ്ക് ആയി. ആദ്യം പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയണ്ട, നമ്മുടെ അടുത്ത് നമ്മളെല്ലാം ചെയ്തോളും, എല്ലാം സെറ്റ് ആയി, സിങ്ക് ആയി. അപ്പൊ അങ്ങനെയായിരുന്നു, നല്ലായിരുന്നു. ഇറ്റ് വാസ് നൈസ് വർക്കിംഗ് വിത്ത് ലുക്കും, നല്ലായിരുന്നു. എല്ലാ പ്രധാന കഥാപാത്രങ്ങളും കൂടെ ചെയ്ത സണ്ണിവേനെ കണ്ടിരുന്നു. എന്തോ മീറ്റിംഗ് ആക്ച്വലി ഇന്നലെ വരെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു, നാളെ ലേറ്റ് നൈറ്റ് പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ട്. പിന്നെ അതല്ല, നമ്മളെല്ലാം പറയുമ്പോഴേ നമ്മളെല്ലാ ഈ സിനിമ കണ്ടവർക്ക് അറിയാം, ഈ സിനിമ ആക്ടേഴ്സും എന്നൊക്കെ ഉപരി ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് വേണ്ട സിനിമയാണ്. പിന്നെ DOP റഹീംഖാണ് DOP ചെയ്തത് ഇവിടെ ഉണ്ട്. അതിന് നമ്മുടെ ചീഫ് പ്രേമേട്ടുണ്ട്, നമ്മുടെ കോസ്റ്റ്യൂം മഞ്ജുഷ, എല്ലാരും, നമ്മുടെ മേക്കപ്പ് രഞ്ജിത്ത്. അങ്ങനെ ഇതെന്താ പറയുക, ഇത് നമ്മളങ്ങനെ കുറച്ച് മണ്ണോട് ചേർന്നിട്ടുള്ള സിനിമയാണ് നമ്മുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാതെ മണ്ണോട് ചേർന്നിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഇത്രയും നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇതെല്ലാവരും ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇത്രയും ആർട്ടിസ്റ്റിന് ഭയങ്കര സ്ക്രീൻ സ്പേസ് ഉള്ള, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഭയങ്കരമായിട്ട് ഇതില് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ എല്ലാ സൈഡും. അപ്പൊ അവരെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതൊന്നും എല്ലാവരും ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആണ് എല്ലാവരും കൊണ്ട് മാറുന്നത്. അപ്പൊ എല്ലാവരും അതാണ് പറയാം. പുതിയ ലുക്കാ, അതല്ല ലുക്മാനോട് കൂടിയത്. സൂപ്പർ അല്ലേ? അല്ല എന്റെ മോനും പെടും, മോനും മോളും വൈഫും എല്ലാരും ഉണ്ട്, മരുമോളും എല്ലാരും കൂടിയാണ്. അവരാ ഡിസൈൻ ചെയ്യുന്നത്. അവരെ ഞങ്ങൾ എന്റെ കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂമേഴ്സ്. നമുക്ക് മേലെയാണ് അവര്. ചില സംഭവങ്ങളൊക്കെ പൊളിച്ചു എല്ലാരും. ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചു, വൈഫായിട്ട് അഭിനയിച്ചു, എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു. ഇതില് കുറെ പേരുണ്ട്, ഇരിക്കാൻ നല്ല എല്ലാവരും ഇവിടെ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് തന്നെ ആരുമില്ല, കാരണം അവരെ സ്പേസിലെല്ലാം ആർട്ടിസ്റ്റുകളായിരുന്നു. രാവിലെ വരുമ്പോ ഒരു 10-50 പേരും കൂടെ വരും ഒരു ബസ്സിൽ, ഞങ്ങളും വരും. എന്നിട്ട് ആ കോസ്റ്റ്യൂം എടുത്തിട്ട് ക്യാരക്ടർ എഴുതാൻ എല്ലാവരും.
അവരെല്ലാവരും ഒരു വട്ടം കൂടി സംസാരിക്കും. അപ്പൊ റെഡി എന്ന അസോസിയേറ്റ് സേതു അല്ലെങ്കിൽ പ്രേമന പറയാൻ നേരത്തെ എല്ലാം ചാടി വന്നിട്ട് പിന്നെ അവിടെ എല്ലാവരും അവശനാവും. സിറ്റുവേഷൻ അതാണല്ലോ. പിന്നെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നെ വന്നിരിക്കുന്ന തമാശ പറഞ്ഞിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്യണം. കൂടുതലും എടുത്ത സീനിനെ കുറിച്ചും ഷോട്ടിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ്. അപ്പൊ ആർക്കും ഇതിനെ കുറിച്ചിട്ട് നമ്മൾ ചെയ്ത് ഓക്കെ എന്ന് പറയുന്ന പരിപാടിയില്ല. ഞാനടക്കം എല്ലാവരും അങ്ങോട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവർ എങ്ങനെ ഓക്കെയാണ്. ഞാൻ ഇപ്പോഴും അഭിനയിക്കുന്ന പടങ്ങളിൽ ചോദിക്കുന്നുണ്ട്, യൂത്തിന്റെ പടങ്ങളിൽ എടാ ഓക്കെ അല്ലെങ്കിൽ പറയണോട്ടാ. കാരണം നമ്മൾ കരുതുന്ന പോലെ അല്ല, അവരുടെ ചിന്ത ഒക്കെ വേറെ ലെവലിലാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാനത്തേക്കാളും മേലെ അവർ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം എത്തണം. നമ്മള് അതിന് ഇവരെ കൂടെ അഭിനയിച്ചാലേ പറ്റുള്ളൂ. ചേട്ടാ അപ്പോഴേ കഴിഞ്ഞ ദിവസം സെലിബ്രിറ്റിമാരായിട്ടുള്ള കാര്യം പറഞ്ഞു. അതായത് ഇപ്പൊ കോമഡി സിനിമകൾ ഭയങ്കര കുറവാണ്, മൊബൈൽ നോക്കി ചിരിക്കുന്നവരാണ്, അനുഭവങ്ങൾ കുറവാണ് ആളുകൾക്ക്, അതുകൊണ്ടാണ് കോമഡി സിനിമ ഉണ്ടാവാത്തത്. താങ്കൾ ഇപ്പോൾ സീരിയസ് സിനിമകളാണോ ചെയ്യുന്നത്? അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഞാൻ സീരിയസ് സിനിമ ചെയ്യുന്നത് എന്റെ കുഴപ്പം കൊണ്ടല്ല, കോമഡി സിനിമ വരാത്തോണ്ടാ, എന്നെ തേടി വരുന്നില്ല. എനിക്ക് അനുഭവം ഉണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് തമാശകള്. ഞാൻ ഒരു സ്പേസ് ഇട്ട ഇവരോട് ചോദിച്ചറിയാം, ചോദിച്ചു ഇവിടെ ഇരിക്കുന്നവര് ഒരു സ്പേസ് ചെറിയ കേട്ടിട്ട് അപ്പൊ ഞാൻ തമാശ അതിനെ ഉണ്ടാക്കാൻ നോക്കും. അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 50 സ്ക്രിപ്റ്റ് എങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. കുറഞ്ഞതാണത്. തമാശ സിനിമകൾ എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ കൂട്ടത്തിൽ ഒരു 50 ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊരു വർക്കൗട്ടായില്ല. അതത്ര അവിടെ സുഖമാകുന്നില്ല. അപ്പൊ നല്ല കോമഡി സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ ഇപ്പോഴും സ്പേസ് ഉണ്ട് അതിന്. അത് ഉണ്ടാക്കണമെങ്കിൽ പണിയാണ്. എന്നോട് വലിയ ഡയറക്ടർ എന്നോട് ചോദിച്ചു, അത്ര എക്സ്പീരിയൻസ് ഉള്ളതല്ല, എന്നാലും വലിയൊരു ഡയറക്ടർ, നല്ലൊരു പടം ഇറങ്ങാൻ പോകണ്ട. ആ ഡയറക്ടർ എന്നോട് ചോദിച്ചാൽ പഞ്ചാബി യൂസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. അപ്പൊ അത് അവർക്കല്ലേ അറിയാൻ പറ്റില്ല, എനിക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ന് പറയുന്ന പോലെ അതിനെ കുറിച്ചിട്ട് ഇറങ്ങാൻ അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കോമഡി അഭിനയിക്കാൻ മാത്രമല്ല അത് എടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം കൊണ്ട് മറ്റേ ചെയ്യാമായിരിക്കും, അങ്ങനെ എനിക്ക് ചിലപ്പോൾ തോന്നുന്നത്. പക്ഷെ ഇതിനെല്ലാവരും പേനയും കൂടി സാധനം വന്നാലേ പേപ്പറിലേക്ക് വന്നാലേ നടക്കുള്ളൂ. അത് ഇറങ്ങും വരും, തമാശ വരും. ചേട്ടാ ഇപ്പോഴും പഴയ പഞ്ചാബി യൂസ് ചെയ്തവരും അതുപോലെ കോമഡി സിനിമ ഒരുപാട് ചെയ്ത ഡയറക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട് ഇപ്പോഴും അതുപോലത്തെ കോമഡികൾ വരാത്തത് എന്തുകൊണ്ടാണ്? അതുപോലത്തെ കോമഡി ഇനി വേണ്ടല്ലോ. അല്ല അതേപോലത്തെ കോമഡി അല്ല, കോമഡികൾ എന്തായാലും ചെയ്തു. അല്ല, കോമഡികൾക്ക് ഈ പറഞ്ഞ കാലഘട്ടം അനുസരിച്ച് ഇപ്പൊ അടൂർ പാകിസ്ഥാൻ ചെയ്ത കോമഡി അല്ലല്ലോ ഇപ്പൊ ഞങ്ങൾ ചെയ്ത കോമഡിക്കും വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എഴുതി വരണം, അല്ലെങ്കിൽ അതുപോലെ കണ്ടന്റ് ഉണ്ടാവണം, അതുപോലെ സീൻസ് ഉണ്ടാവണം, ക്യാരക്ടർ ഉണ്ടാവണം. ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് ഇത് ആലോചിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. അങ്ങനത്തെ വരാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ട് ഇത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു തമാശ സിനിമ ചെയ്യാൻ പേടിക്കുന്നത്. ഒരു തമാശ സിനിമ എന്ന് രോമാഞ്ചം എന്ന് പറയുന്ന പടം ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് കണ്ടതാണ്. നീ ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റി ചെയ്യത്തില്ല. അത് ഭയങ്കര അടിപൊളി കോമഡി ഒന്നുമല്ല, പക്ഷെ റിയാക്ഷൻ വെച്ചിട്ട് ഡയറക്ടർ റിയാക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്നത് എല്ലാ ക്യാരക്ടേഴ്സും